വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ഇന്നലെ കേരളം പ്രധാനമായും ചർച്ച ചെയ്ത ഏറ്റവും നിർണായകമായ വാർത്ത അത് ന്യൂസ് 18 പുറത്തുവിട്ടതായിരുന്നു. അത് ചുരിദാർ ധരിച്ച് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പ്രവേശിക്കരുത് എന്ന നിലപാട്, അതിനെതിരെ ശിവഗിരി മഠാധിപതി രംഗത്ത് വന്ന സാഹചര്യം നമ്മൾ കണ്ടു. ഇത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണെന്നാണ് ക്ഷേത്രം ഭാരവാഹികളുടെ പ്രതികരണം. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ചുരിദാർ ധരിച്ച് പ്രവേശിക്കരുതെന്ന് 2016 ഹൈക്കോടതി വിധി ഉണ്ടെന്നും അത് പരിഗണിക്കാതെയാണ് ഇപ്പോഴത്തെ ചർച്ചകളെന്നും ക്ഷേത്രം കർമ്മചാരി സംഘം പ്രസിഡന്റ് ബബിലു ശങ്കർ പറഞ്ഞു. സ്വാമി സച്ചിദാനന്ദയുടെ വ്യക്തിപരമായ അഭിപ്രായം ഗൂഢശക്തികൾ പെരുപ്പിച്ച് വിവാദത്തിന് ശ്രമിക്കുകയാണ്. മേൽമുണ്ടുകൾ വാടകയ്ക്ക് നൽകുന്ന രീതി ഇപ്പോൾ ക്ഷേത്രത്തിൽ നിലനിൽക്കുന്നില്ല. ഒരാൾ ഉപയോഗിച്ച വസ്ത്രം മറ്റൊരാൾ ഉപയോഗിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടവരുത്തുമെന്നതിനാൽ നേരത്തെ തന്നെ വാടക രീതി ഒഴിവാക്കിയിരുന്നതായും ബബിലു ശങ്കർ ന്യൂസ് 18നോട് പറഞ്ഞു. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളെ തകർക്കാനായിട്ട് ഒരു ഗൂഢസംഘം കുറേ നാളായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിനെയെല്ലാം കുടപിടിക്കുന്ന രീതിയിൽ ആണ് ഈ വിഷയത്തിനെ ഇന്ന് ഊതിപ്പെരിപ്പിച്ചുകൊണ്ട് ഒരു സന്യാസി വര്യൻ, അദ്ദേഹം ഒരു മഠാധിപതി പറഞ്ഞ ഒരു വാക്കുകളെ അതിനെ കുടപിടിച്ചുകൊണ്ട് ഇതിനെ ഊതിപ്പെരിപ്പിച്ച് പറയുന്നത്. ഇത്തരം കാര്യങ്ങൾ വിശ്വാസികളും തന്ത്രിവര്യനും അതുപോലെ തന്നെ ഭക്തജനങ്ങളും കൂടെ ചേർന്ന് തീരുമാനിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം തികച്ചും ആചാരമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്ന് വളരെ വ്യക്തമായുണ്ട്. അതിനുശേഷം ഇങ്ങനെ ഒരു നവോത്ഥാനത്തിൻ്റെ പേര് പറഞ്ഞ് ഒരു വ്യക്തിപരമായിട്ട് പറഞ്ഞ ഒരു അഭിപ്രായത്തിനെ അതിനെ കുടപിടിച്ച് അതിനെ പെരുപ്പിച്ച് കാണിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു വാർത്ത പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളെ തകർക്കാൻ ഒരു ഗൂഢസംഘം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഓരോ ക്ഷേത്രത്തിന് അതിൻ്റേതായ ആചാര മര്യാദകൾ ഉണ്ട്. അത് ഹിന്ദു ക്ഷേത്രങ്ങൾ വളരെ വ്യത്യസ്തമായ ആചാരങ്ങൾ പുലർത്തുന്ന പല ക്ഷേത്രങ്ങളുമുണ്ട്. അത് കേരളത്തിലുണ്ട്, ഭാരതത്തിലുടനീളമുണ്ട്. ആചാരാനുഷ്ഠാനങ്ങൾ പാലിക്കപ്പെടേണ്ട തന്നതാണ്. അതിന് അവിടുത്തെ ഡയറ്റുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ആചാരാനുഷ്ഠാനങ്ങൾ അവിടുത്തെ തന്ത്രി മുഖ്യൻ പറയുന്നത്. അതനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ. അത് നമ്മൾ അനുസരിക്കേണ്ടതും പാലിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. അതിന് ഒരു നവോത്ഥാനത്തിൻ്റെ കാര്യങ്ങളും പറഞ്ഞ് അതിനെ മാറ്റി പുതിയ ഒരു ആധുനിക യുഗത്തിൽ അതിന് മാറ്റം വരുത്തുക എന്ന് പറയുന്നത് തീർത്തും അപഹസനീയമാണ്. ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ക്ഷേത്രം കർമ്മചാരി പ്രസിഡന്റ് ശ്രീ ബബിലു ശങ്കറാണ് ന്യൂസ് 18നോട് ഇക്കാര്യം പറഞ്ഞത് എന്നുള്ളതാണ്. അതേസമയം ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട സ്വാമി സച്ചിദാനന്ദ അഭിപ്രായ പ്രകടനം നടത്തിയിരുന്നു. അത് ഇങ്ങനെയായിരുന്നു: അദ്ദേഹം ചുരിദാർ ധരിച്ച് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കണം, അതിനെതിരെയുള്ള നിലപാട് അത് ശരിയല്ല, അതിൽ കാലാനുസൃതമായ മാറ്റം വരുത്തണം എന്നുള്ള ആവശ്യമാണ് മുന്നോട്ട് വെച്ചത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്: ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആചാരം ഇപ്പോഴുമുണ്ട്. ഈ ചുരിദാർ ധരിച്ചിട്ട് പോകാൻ കഴിയില്ല എന്ന് പത്മനാഭസ്വാമി ക്ഷേത്രം എന്ന് പറയുമ്പോൾ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളൊന്നായിട്ട് വരുന്നു. അപ്പോൾ ഈ ഷർട്ടിനൊപ്പം ഇത് പറയാൻ ആരുമില്ല. അതുകൊണ്ടാണ് ആ ഭാഗത്ത് നിന്ന് ചോദിക്കണമല്ലോ, അതും മാറണം എന്നുള്ള അഭിപ്രായം. അങ്ങനെ ഒരു വസ്ത്രധാരണം ചെയ്തതുകൊണ്ട്, ഒരു മുണ്ടെടുത്ത് കയറിയത് കൊണ്ട്, അതിൻ്റെ അടിയിൽ പാൻറ്റിട്ട് മുണ്ടിട്ടുകൊണ്ട് കയറിയത് കൊണ്ട്, കൊടുത്തോണ്ട് കയറിയത് കൊണ്ട് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള ഐശ്വര്യമോ അഭിവൃദ്ധിയോ അനുഗ്രഹമോ ലഭിക്കുമോ? അങ്ങനെ ലഭിക്കുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അതൊരു വലിയൊരു അന്ധവിശ്വാസമല്ലേ വാസ്തവത്തിൽ. ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തെക്കാളും ഒക്കെ പ്രശസ്തി നേടിയതാണ് മധുര മീനാക്ഷി ക്ഷേത്രം. അതുപോലെ വടക്കേണ്ടിയിലേക്ക് പോയി കഴിഞ്ഞാൽ വലിയ ക്ഷേത്രങ്ങൾ, അവിടെയൊക്കെ വസ്ത്രം ധരിച്ചുകൊണ്ട് ക്ഷേത്രത്തിനകത്ത് കയറി വിഗ്രഹത്തെ സ്പർശിച്ച് അവിടെ അഭിഷേക നിവേദ്യാദികൾ സമർപ്പിക്കാനുള്ള സൗകര്യമുണ്ട്. അവിടെയൊന്നും ആത്മീയ ചൈതന്യത്തിനൊന്നും ഒരു കുറവും സംഭവിച്ചതായിട്ട് അഭിപ്രായമില്ല. വി വിനോദ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. വിനോദ്, കഴിഞ്ഞ ദിവസം സച്ചിദാനന്ദന് ആദ്യമായല്ല ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുകയും നവോത്ഥാനത്തിന് വേണ്ടി അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ കാലോചിതമായ പരിഷ്കാരങ്ങൾ ആചാരങ്ങളിൽ വേണമെന്ന കാര്യത്തിലൊക്കെ സംസാരിക്കുന്നത്. അത് ശിവഗിരിയിലെ വളരെ പ്രധാനപ്പെട്ട പ്രസംഗം മുതൽ തന്നെ കേരളം ചർച്ച ചെയ്യുന്ന കാര്യമാണ്. ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ അതിന് കാരണമായി അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇപ്പോൾ ചുരിദാറിന് മുകളിൽ മുണ്ടെടുത്ത് കടക്കുക എന്നുള്ളത് സ്വാമിയെ ഏത് തരത്തിൽ പത്മനാഭസ്വാമിയെ എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുമെന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ കൂടി അത് നടത്തുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഇതിനെതിരെ ഇത്തരം അഭിപ്രായ പ്രകടനം കേവലം വ്യക്തിപരമാണ് എന്ന് മാത്രമാണോ ക്ഷേത്രം പറയുന്നത്? ഒപ്പം ചില ഗൂഢശക്തികളുണ്ട് എന്ന അഭിപ്രായം കൂടി പങ്കുവെക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? രഞ്ജിത്ത്, 2016 തന്നെ ഇത്തരത്തിലൊരു ചർച്ച ഉയർന്നു വന്നിരുന്നു. അന്നത്തെ ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ ചുരിദാർ ധരിച്ച്, കെൻ സതീഷായിരുന്നു അന്നത്തെ ഓഫീസർ, അദ്ദേഹം ചുരിദാർ ധരിച്ച് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിനെ അനുകൂലിക്കുകയും ആ തരത്തിൽ തീരുമാനമെടുക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ അത് കേസായി
ഹൈക്കോടതിക്ക് മുന്നിലെത്തി. അന്നത്തെ ഹൈക്കോടതി വിധി അനുസരിച്ച് നിലവിലെ രീതി തുടരണം എന്നതായിരുന്നു. അതായത് ചുരിദാർ ധരിച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല, മേൽമുണ്ട് ധരിക്കണം എന്ന ഒരു രീതി, ആചാര രീതി അത് തുടരണമെന്നായിരുന്നു 2016 ഹൈക്കോടതി വിധി. അതാണ് ഇപ്പോൾ ഈ കർമ്മചാരി സംഘം ഉൾപ്പെടെയുള്ള സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നത്. നിലവിൽ അവിടെ ഒരു രീതിയുണ്ട്, ആ രീതി തുടരണം എന്ന വാദം. എന്നാൽ സച്ചിദാനന്ദ സ്വാമി പറയുന്നത് അനുസരിച്ചാണെങ്കിൽ അദ്ദേഹം കുറച്ചുകൂടി പുരോഗമനപരമായി പറയുന്നു എന്നാണ് പൊതുസമൂഹത്തിലെ വിലയിരുത്തൽ. അത് കാലോചിതമായ മാറ്റം കാര്യങ്ങളിൽ ഉണ്ടാകണം എന്ന ഒരു വാദമാണ് അദ്ദേഹം ഉയർത്തുന്നത്. അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരുണ്ട്, എതിർക്കുന്നവരുണ്ട്. ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിലനിൽക്കുന്ന ആചാരങ്ങൾ അതിനെ ശക്തമായി അനുകൂലിക്കുന്നവരുണ്ട്. അതും സച്ചിദാനന്ദ സ്വാമി പറയുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യണം എന്ന വാദമുള്ളവരുമുണ്ട്. ഏതായിരുന്നാലും ഇതൊരു ചർച്ചയായി ഉയർന്നു വരുമ്പോൾ ഹൈക്കോടതി വിധി കൂടി ചൂണ്ടിക്കാട്ടപ്പെടുകയാണ്. മാത്രമല്ല അവിടെ ഈ മേൽമുണ്ട് നേരത്തെ വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അത് പലർക്കും അറിയാം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നമ്മൾ ദർശനത്തിന് ചെല്ലുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ഈ പരമ്പരാഗത വേഷത്തിൽ അല്ലെങ്കിൽ മേൽമുണ്ടൊക്കെ ധരിച്ച് മുണ്ടെടുത്ത് അല്ല അവിടെ ചെല്ലുന്നതെങ്കിൽ അവിടെ നിന്ന് വാടകയ്ക്ക് കിട്ടുമായിരുന്നു. അങ്ങനെ ഒരു രീതി ഉണ്ടായിരുന്നു. അതുവഴി ലക്ഷക്കണക്കിന് രൂപ സമ്പാദിക്കുന്നു എന്ന അതൊരു വ്യവസായമാക്കി മാറ്റി എന്നുള്ള ആരോപണം ഉണ്ടായിരുന്നു. പക്ഷെ നേരത്തെ തന്നെ അതും അവസാനിപ്പിച്ചു. അതിന് കാരണമായത് ഈ മേൽമുണ്ട് ഒരാൾ ധരിച്ച ശേഷം മറ്റൊരാൾക്ക് കൊടുക്കുന്നതായിരുന്നു രീതി. വാടകയ്ക്ക് ഒരു മണിക്കൂറോ മറ്റോ ഒക്കെ ഒരാൾ ധരിച്ച ശേഷം പിന്നാലെ വരുന്ന ആളിന് അത് വീണ്ടും വാടകയ്ക്ക് കൊടുക്കുന്നതായിരുന്നു രീതി. പക്ഷെ ഒരു തവണ അതിൽ രക്തം കണ്ടു. അതായത് നേരത്തെ ധരിച്ചിരുന്ന ആളിന്റെ ശരീരത്തിൽ എന്തോ മുറിവുണ്ടായിരുന്നിട്ട് ആ രക്തം ഈ മേൽമുണ്ടിൽ പടർന്നിരുന്നു. രണ്ടാമത്തെ ആളിന് അത് കൊടുത്തപ്പോൾ അത് വലിയ വിവാദമാവുകയും പിന്നീട് ഈ സമ്പ്രദായം തന്നെ അവസാനിപ്പിക്കുകയും ചെയ്തു. അതായത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ളവർ പറയുന്നത് ഇപ്പോൾ ഈ മേൽമുണ്ടൊക്കെ വാടകയ്ക്ക് കൊടുക്കുന്ന രീതി പണ്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ ഒരു സമ്പ്രദായം തന്നെ അവസാനിപ്പിച്ചിരിക്കുന്നു. മാത്രമല്ല ഇപ്പോൾ 150 രൂപയ്ക്ക് യൂസ് ആൻഡ് ത്രോ എന്ന തരത്തിലാണ് ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ അത് ഉപയോഗിക്കുകയും പിന്നെ അവർ തന്നെ വീട്ടിൽ കൊണ്ടുപോവുകയും ചെയ്യുന്ന തരത്തിലാണ്. അല്ലെങ്കിൽ അത് അവർക്ക് ഉപേക്ഷിച്ച് പോവാം, ആ തരത്തിലാണ്. പക്ഷെ വാടകയ്ക്ക് കൊടുക്കുന്ന സമ്പ്രദായം ഇപ്പോൾ ഇല്ല എന്നൊരു കാര്യം കൂടി ക്ഷേത്രം ഭാരവാഹികൾ വ്യക്തമാക്കുന്നുണ്ട്. അതാണ് പ്രധാനം. ഏതായാലും ഇതിൽ ഇപ്പോൾ ക്ഷേത്രം ഭാരവാഹികളുടെ വിശദീകരണമാണ് വന്നിരിക്കുന്നത് 2016 ഇതുമായി ബന്ധപ്പെട്ട. പക്ഷേ ഈ വിനോദിന് പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഈ കോടതി വിധി ഉണ്ടാകാം, സ്വാഭാവികമായും തന്ത്രിയും അടക്കം ക്ഷേത്രവും അടക്കം കോടതിയിലെത്തി ഇത്തരം കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുമ്പോൾ കോടതി ആചാരപരമായ കാര്യങ്ങളിൽ ഇടപെടേണ്ട എന്ന തീരുമാനം എടുത്തിട്ടുണ്ടാകും. ഇവിടെ പ്രശ്നം അതല്ലല്ലോ. കാലാനുസൃതമായി ഇത്തരം കാര്യങ്ങളിൽ പരിഷ്കാരം വേണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വെക്കുന്നത്. ഇന്നലെ ഹിന്ദു ഐക്യവേദി അടക്കം ഈ വിഷയത്തിൽ അവരുടെ നിലപാട് അനുകൂലമായി തന്നെ പ്രഖ്യാപിച്ച പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. RV ബാബു ഒക്കെ സംസാരിച്ചപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ മാറ്റം വരുത്തണമെന്നും ക്ഷേത്രം കൂടി ആലോചിച്ച് അല്ലെങ്കിൽ തന്ത്രിമാർ കൂടി ആലോചിച്ച് ഇത്തരം പരിഷ്കാരങ്ങൾ കൊണ്ടുവരണമെന്നും മറ്റും ആവശ്യപ്പെട്ട പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. അങ്ങനെ ഈ ആചാരങ്ങൾ നിലനിൽക്കുന്ന കാര്യങ്ങളിൽ കാലാനുസൃതമായ മാറ്റം വരണമെന്ന ആവശ്യം അവിടെ തന്നെ നിൽക്കുകയാണല്ലോ. കോടതി വിധി ഉണ്ടാകാം, കോടതിക്ക് ഒരുപക്ഷെ നാളെ ക്ഷേത്രം ഈ ആചാരം മാറ്റിയാൽ അതിനെ അനുകൂലിച്ചെന്നും വരാം. അതിൽ നിയമപരമായ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ കാലാനുസൃതമായി ഇത്തരം കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരണം എന്ന അഭിപ്രായത്തിന് പ്രസക്തി കൂടുന്നുണ്ട്. അത് അവിടെ തന്നെ നിലനിൽക്കുന്നുമുണ്ട്. നമ്മളിപ്പോൾ ജസ്റ്റിസ് BR കൃഷ്ണയ്യരുടെ വാക്കുകൾ കൂടി കോട്ട് ചെയ്ത് പോകേണ്ട ഒരു സമയമാണെന്ന് തോന്നുന്നു. രഞ്ജിത്തിന്റെ ചോദ്യം അതിലേക്കാണ്, അങ്ങനെ ഒരു ചിന്തയിലേക്കാണ് കൊണ്ടുപോകുന്നത്. കാരണം ഈ നിയമം എന്നത് മനുഷ്യന് വേണ്ടിയാകണം, നിയമത്തിന് വേണ്ടി ഉള്ളതാകരുത് മനുഷ്യർ. അതായത് മനുഷ്യനെ വരിഞ്ഞു കിട്ടുന്നതിന് വേണ്ടിയുള്ള നിയമങ്ങൾ ഉണ്ടാക്കി വയ്ക്കുക എന്നതല്ല, മനുഷ്യർക്ക് വേണ്ടിയുള്ള നിയമങ്ങളാണ് സാധാരണ നിലയിൽ സൃഷ്ടിക്കേണ്ടത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ തരത്തിൽ കോടതി വിധി വന്നിട്ടുണ്ട്. പക്ഷെ ചർച്ചകൾ ഉണ്ടാകണം. ഒരു കോടതി വിധിയോട് കൂടി അവസാനിക്കേണ്ടതല്ലല്ലോ ചർച്ചകൾ. അത് ചർച്ചകൾ ഉണ്ടാകണം. അത് വീണ്ടും ഒരുപക്ഷെ കോടതിയുടെ മുന്നിലേക്ക് വരും. കോടതിക്ക് ആ നിലപാട് തുടരാം, അല്ലെങ്കിൽ കാലത്തിനനുസരിച്ച് മാറ്റം വേണമെന്ന് കോടതിക്ക് തോന്നിയാൽ കോടതിക്ക് അങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കാം. ഏതായിരുന്നാലും 2016 ഇങ്ങനെ ഒരു ഉത്തരവ് ഉണ്ടായിരുന്നു. ഹൈക്കോടതിയുടെ മുന്നിലെത്തിയ സംഭവമാണ്. അന്ന് ഈ തൽസ്ഥിതി തുടരട്ടെ, അതിൽ മാറ്റം വരുത്തേണ്ടതില്ല എന്നൊരു ഉത്തരവാണ് ഉണ്ടായത്. ഏതായിരുന്നാലും ആരോഗ്യകരമായ ചർച്ചകൾ നടക്കുന്നു. ക്ഷേത്രം ജീവനക്കാരുടെ സംഘടന, കർമ്മചാരി സംഘം അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ്. അവർ പറയുന്നത് നിലവിലെ രീതിയിൽ മുന്നോട്ട് പോകണം. അവർ സച്ചിദാനന്ദ സ്വാമിയെ വിമർശിക്കാനും തയ്യാറല്ല. അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം പറഞ്ഞു. പക്ഷേ ഇത് ചില ഗൂഢശക്തികൾ ഇതൊരു വലിയ വിഷയമാക്കി മാറ്റി ഭിന്നത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള ഒരു ആരോപണം കൂടി, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം കൂടി അവർ പങ്കുവെക്കുന്നുണ്ട്. ഏതായിരുന്നാലും ചർച്ചകൾ ആരോഗ്യപരമായി നടക്കട്ടെ എന്ന് തന്നെയാണ്. മറ്റ് വിഷയങ്ങൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ വസ്ത്രം വാടകയ്ക്ക് കൊടുക്കുന്ന ഏർപ്പാടൊക്കെ നേരത്തെ തന്നെ അവസാനിപ്പിച്ചുവെന്നും ക്ഷേത്രം ഭാരവാഹികൾ വ്യക്തമാക്കി. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇത്തരം ആചാരങ്ങൾ, ഇത്തരം കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള പ്രചരണം പുറത്ത് നടക്കുന്നുണ്ട് എന്നുള്ള ആശങ്ക കൂടിയാണ് ഈ ബബ്ലു ശങ്കറിനെ ഇപ്പോൾ ആളുകൾ പറയുന്നത് എന്നുകൂടി ചേർത്ത് വായിക്കണം, അല്ലേ വിനോദ്?
തീർച്ചയായിട്ടും ആ തരത്തിൽ തന്നെയാണ് സച്ചിദാനന്ദ സ്വാമിയെ അങ്ങനെ ഒരു വിമർശനത്തിന്റെ മുന്നിലേക്ക് അവർ കൊണ്ടുപോകുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തെ വിമർശിക്കുന്ന തരത്തിലൊരു പരാമർശം അവരുടെ ഭാഗത്തൊന്നും ഉണ്ടാകുന്നില്ല. അവിടെ ഒരു 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 മാന്യത അല്ലെങ്കിൽ ആ തരത്തിൽ ഒരു ഏറ്റുമുട്ടലിന്റെ പാതയിലേക്കല്ല ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു ജീവനക്കാരുടെ സംഘടന പോകുന്നത്. അവർ പറയുന്നത് ഇപ്പോഴത്തെ രീതിയുണ്ട്, അത് 2016 കോടതി വിധിയാണ് അവർ ഉദ്ധരിക്കുന്നത്, അല്ലെങ്കിൽ ആചാരത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല അത്തരം ഒരു കാര്യം അവർ ഉന്നയിക്കുന്നത്, ഇങ്ങനെ ഒരു വാദം ഉന്നയിക്കുന്നത്. പക്ഷേ അവർ പറയുന്നത് 2016 കോടതി വിധി കൂടി പരിഗണിച്ച് വേണം ഇത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് പോകാൻ. നേരത്തെ ഉയർന്നു വന്നതാണ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്ന സമയത്ത് അവിടെ ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് വന്നതാണ്. പക്ഷെ അന്ന് വലിയ എതിർപ്പ് ഉയരുകയും അത് കോടതിയിലെത്തുകയും അന്ന് അത് തൽസ്ഥിതി തുടരട്ടെ എന്ന തീരുമാനം ഉണ്ടായ സംഭവമാണ്. അതിൽ ഒരു വിവാദത്തിലേക്ക് വരുമ്പോൾ ഗൂഢശക്തികൾ ഉണ്ടാകും, ഇത് മുതലെടുക്കുന്ന ആളുകൾ ഉണ്ടാകും, അവർക്ക് ഇതിൽ നിന്ന് സ്ഥാപിത താല്പര്യം, അവർ ഇതിൽ അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ അത് ആ തരത്തിൽ ഉപയോഗിക്കുമെന്നൊരു ആശങ്ക കൂടിയാണ് ക്ഷേത്രം ജീവനക്കാർ അവരുടെ ഒരു ചിന്തയായി പങ്കുവയ്ക്കുന്നത്. വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ കൂടി നമുക്ക് ഈ പ്രതികരണത്തിലേക്ക്, ക്ഷേത്രത്തിന്റെ ഭാഗമായ പ്രതികരണത്തിലേക്ക് ഒന്ന് പോകാം. ബബലു ശങ്കറാണ് ഈ വിഷയത്തിൽ സംസാരിച്ചത്, കർമ്മചാരി സംഘം പ്രസിഡന്റ് കൂടിയാണ്. അദ്ദേഹത്തിലേക്ക്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളെ തകർക്കാനായിട്ട് ഒരു ഗൂഢസംഘം കുറേ നാളായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിനെയെല്ലാം കുടപിടിക്കുന്ന രീതിയിൽ ആണ് ഈ വിഷയത്തിനെ ഇന്ന് ഊതിപ്പെരിപ്പിച്ചുകൊണ്ട് ഒരു സന്യാസിവര്യൻ, അദ്ദേഹം ഒരു മഠാധിപതി പറഞ്ഞ ഒരു വാക്കുകളെ അതിനെ കുടപിടിച്ചുകൊണ്ട് ഇതിനെ ഊതിപ്പെരിപ്പിച്ച് പറയുന്നത്. ഇത്തരം കാര്യങ്ങൾ വിശ്വാസികളും തന്ത്രിവര്യനും അതുപോലെ തന്നെ ഭക്തജനങ്ങളും കൂടെ ചേർന്ന് തീരുമാനിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം തികച്ചും ആചാരമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്ന് വളരെ വ്യക്തമായുണ്ട്. അതിനുശേഷം ഇങ്ങനെ ഒരു നവോത്ഥാനത്തിൻ്റെ പേര് പറഞ്ഞ് ഒരു വ്യക്തിപരമായിട്ട് പറഞ്ഞ ഒരു അഭിപ്രായത്തിനെ അതിനെ കുടപിടിച്ച് അതിനെ പെരുപ്പിച്ച് കാണിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു വാർത്ത പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളെ തകർക്കാൻ ഒരു ഗൂഢസംഘം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഓരോ ക്ഷേത്രത്തിന് അതിൻ്റേതായ ആചാര മര്യാദകൾ ഉണ്ട്. അത് ഹിന്ദു ക്ഷേത്രങ്ങൾ വളരെ വ്യത്യസ്തമായ ആചാരങ്ങൾ പുലർത്തുന്ന പല ക്ഷേത്രങ്ങളുമുണ്ട്. അത് കേരളത്തിലുണ്ട്, ഭാരതത്തിലുടനീളമുണ്ട്. ആചാരാനുഷ്ഠാനങ്ങൾ പാലിക്കപ്പെടേണ്ട തന്നതാണ്. അതിന് അവിടുത്തെ ഡയറ്റിയായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ആചാരാനുഷ്ഠാനങ്ങൾ അവിടുത്തെ തന്ത്രി മുഖ്യൻ പറയുന്നത്. അതനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ. അത് നമ്മൾ അനുസരിക്കേണ്ടതും പാലിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. അതിന് ഒരു നവോത്ഥാനത്തിൻ്റെ കാര്യങ്ങളും പറഞ്ഞ് അതിനെ മാറ്റി പുതിയ ഒരു ആധുനിക യുഗത്തിൽ അതിന് മാറ്റം വരുത്തുക എന്ന് പറയുന്നത് തീർത്തും അപഹസനീയമാണ്. ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. വിനോദ്, നമ്മുടെ ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു ഹിന്ദു ഐക്യവേദിയാണ് മാത്രമാണെന്ന് തോന്നുന്നു ഈ വിഷയത്തിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ വേണമെന്ന കാര്യത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞത്. ഇന്നലെ ആർ ബാബു നമ്മോട് സംസാരിക്കുമ്പോൾ അത് കൃത്യമായി പറയുകയുണ്ടായി. പക്ഷേ മറ്റു ചില പ്രതികരണങ്ങൾ കൂടി വന്നിരുന്നു സമൂഹത്തിൽ നിന്ന്. അതായത് ക്ഷേത്രമാണ് തീരുമാനിക്കുന്നത്. ഇതിപ്പോൾ കോൺഗ്രസും BJPയും ഒക്കെ അക്കാര്യത്തിൽ ആ വഴിക്കാണ്, ആ തരത്തിലാണ്. അതായത് ക്ഷേത്രങ്ങളിലെ തന്ത്രിമാർ തീരുമാനിക്കണം, ക്ഷേത്രം തീരുമാനിക്കണം എന്നുള്ളത്. പൊതുവേ ഇത്തരം വിഷയങ്ങൾ കാര്യമായി തന്നെ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. വിനോദ് ഉണ്ടായിരുന്നു. വിനോദാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റു ചില വാർത്തകളിലേക്ക് കൂടി നമുക്കൊന്ന് പോകണം.